ഒന്നും അറിയില്ല. എന്റെ ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും. എന്റെ വേദനകൾ, എന്റെ പരാജയങ്ങൾ എല്ലാം എനിക്ക് തരൂ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഞാൻ ഈ പാടിയ ഈ വരികളെന്ന് പറയുന്നത് നമുക്കൊക്കെ പ്രിയപ്പെട്ട നാടകകാരൻ ഒക്കെ ആയിട്ടുള്ള വിജേഷിൻ്റെ വരികളാണ്. വിജേഷ് പാടി പറഞ്ഞ് ഒക്കെ നമുക്കിടയിൽ പ്രചാരത്തിലാക്കി ഏറ്റവും നല്ല മാനവികതയുടെ സന്ദേശം നൽകിയ നാടകകാരനാണ് വിജേഷ്. ഏറ്റവും അവസാനം മരണത്തിന് കീഴടങ്ങുന്നത് ഒരു നാടകത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾക്കിടയിലാണ്. ഒടുവിൽ ആ നാടകം കോട്ടയത്ത് അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് അവതരിപ്പിച്ചത് വിജേഷിൻ്റെ ജീവിതത്തിലെ സഹയാത്രികയായിട്ടുള്ള സഹധർമ്മിണിയായിട്ടുള്ള കബനിയാണ്. കബനി ആ ഓരോ ഓർമ്മകൾ കേരള വിഷൻ ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ്. എങ്ങനെയായിരുന്നു അത്? പാതിയിൽ മുറിഞ്ഞുപോയൊരു ജീവിതമെന്ന് പറയാം. അതുപോലെ തന്നെയാണ് ആ പാതിയിൽ നിലച്ചു പോകുമായിരുന്നൊരു നാടകം അത് ഏറ്റെടുത്ത് വേദിയിൽ അവതരിപ്പിച്ചു. വേവൽ, ആ ഒരു അനുഭവം എന്തായിരുന്നു? ഒന്നുമില്ല, ഞാനിവിടെ സിൽവർ ഹയർ സെക്കൻഡറി സ്കൂളാണ്, ഞാൻ അവിടെ അധ്യാപികയാണ്. അവിടെ മാക്ബത്ത് നാടകം ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ അത് നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എപ്പോഴും ഒരു ബ്ലോക്ക് ചെയ്യുന്ന സെഷനിലൊക്കെ ഞാൻ എപ്പോഴും ജോയിൻ ചെയ്യാറുണ്ട്. ഈ തിരക്ക് കാരണം എനിക്ക് പിന്നെ വേറൊരു സിനിമയുടെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം ഇതാക്കി ലീവ് ലെറ്റർ സൈൻ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഡോക്ടർ വിളിച്ചത്. പിന്നെ പെട്ടെന്ന് അങ്ങ് പോവുമായിരുന്നു. പിന്നെയാണ് ഈ നാടകമൊന്നും ആയിട്ടില്ല എന്നുള്ളത് അറിയുന്നത്. അതുകൊണ്ട് പിന്നെ ആ ഇൻസിഡൻറ്റിന് ശേഷം ഒരു 4ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി. അവിടെ എത്തിയപ്പം പിന്നെ അവിടെ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഉണ്ടായിരുന്നു. വിജേഷേട്ടൻ്റെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്, മുന്നേ നമ്മൾ നാടകം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. സനോജ് മാമോ, ഹരി മുളവന, പിന്നെ ചമ്പു കാലടി, അവരൊക്കെ ഉണ്ടായിരുന്നു, അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അവർ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. വിജേഷേട്ടനൊരു ഗ്രാഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസങ്ങളിലായിട്ട് അവരാണ് അവരുടെ കൂടെ നിന്നത്. പിന്നെ വിജേഷേട്ടൻ്റെ നാടകത്തിൽ എപ്പോഴും നമുക്ക് ടെക്സ്റ്റ് കാണാൻ പറ്റില്ല. ആൾ ഉള്ളിലാണ് നാടകം ഉണ്ടാക്കുന്നത്. ചിത്രം പിന്നെയും കുറേ സ്കെച്ചസാണ് നമുക്ക് ആകെ ഉണ്ടായിരുന്നത്. വിജേഷേട്ടൻ്റെ കുറേ സ്കെച്ചസ് ഇതിനെക്കുറിച്ച് വരച്ചു വെച്ചതും പിന്നെ സുഹൃത്തുക്കളോട് പറഞ്ഞു വെച്ചതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ച് പുതിയൊരു പരീക്ഷണ നാടകം കൂടിയായിരുന്നു. കൂടുതലും ആർട്ടിസ്റ്റിന് പ്രാധാന്യം, ആർട്ടിസ്റ്റിൻ്റെ എനർജിക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം. സെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെമ്പും കുറേ ആ ചെമ്പിൻ്റെ മൂടികളും ഒക്കെ വെച്ചിട്ട് അടുക്കള എന്ന് പറയുന്ന ഇതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് സ്ത്രീ അതിൽ നിന്ന് വെന്തുകൊണ്ടിരിക്കുന്നത്, അവളെങ്ങനെ പുറത്ത് കിടക്കണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു 3 സ്ത്രീകളുടെ കഥയെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉടൽ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു നാടകമായിരുന്നു. അപ്പം വിജേഷേട്ടൻ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി പറയുക എന്ന് പറയുന്നത് ഏട്ടന് ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള രാഷ്ട്രീയം മാത്രമേ നമുക്കറിയുള്ളൂ. അതിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ബാക്കിയിൽ വെച്ച് നമ്മളങ്ങ് ചെയ്യുകയാണ് ഊഹിച്ച്. എല്ലാവർക്കും ഇഷ്ടമായി. നാടകത്തിന് നല്ല കയ്യടിയും നല്ല അഭിപ്രായമൊക്കെ വന്നു. കബനിയും മകൾ സൈറയും കൂടിയിട്ടാണ് ഇത് പൂർത്തീകരിച്ചത്. സ്വാഭാവികമായിട്ടും വിജേഷിൻ്റെ ഒരു നാടകങ്ങളുടെ ഒരു പ്രത്യേകത, ഒരു ചമയ്ക്കപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് അതിനില്ല എന്നുള്ളത്, പൊതുവെ അങ്ങനെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടായോന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം മുതലൊരു +1 കാലം മുതലേ 10ാം ക്ലാസ്സൊക്കെ മുതലേ വിജേഷേട്ടൻ്റെ കൂടെ കൂടിയതാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്, ഞങ്ങൾ ഒരുപാട് പേര്. അപ്പം വിജേഷേട്ടൻ്റെ ഒരു ടെക്സ്റ്റ് എങ്ങനെയായിരിക്കും വിജേഷേട്ടൻ്റെ മനസ്സിൽ വരച്ചു വെച്ചതെന്ന് പക്ഷേ ചില വരകളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയത്. അതിലഭിമാനം തോന്നുന്നുണ്ട്. എന്തായാലും നാടകം പൂർത്തീകരിക്കാൻ പറ്റിയല്ലോ അങ്ങനെ ഒരു അവസ്ഥയിലും. പിന്നെ അത് നമ്മുടെ ഒരു കടമയും കൂടിയാണല്ലോ. ഒരു കുട്ടികളോട് നമ്മൾ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അവരൊരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് വിജേഷേട്ടനെ വിശ്വസിച്ചാണ് വരുന്നത്. പിന്നെ ഈ മരണം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാണ്ട് വരുന്നൊരു സംഭവമല്ലേ. അത്
നമുക്കെല്ലാവർക്കും വരും. ചിലപ്പോൾ നാളെ ഞാനും ചിലപ്പോൾ ഇങ്ങനെയൊരു സമയത്ത് ചിലപ്പോൾ നമ്മളില്ലാണ്ടായി പോയേക്കാം. അപ്പോൾ ചിലപ്പോൾ എൻ്റെ മകളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും ആ ഒരു പാത പിന്തുടർന്ന് വരുന്നത്. നാടകം, നടനം ഇതൊക്കെ വിജേഷിൻ്റെ വലിയ സ്വപ്നങ്ങളായിരുന്നു. മാത്രമല്ല അത് കബനിയായാലും ഇനിയിപ്പോൾ മകളായാലും ഈ ഒരു കലാമേഖലയിലേക്കൊക്കെ വരണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. കബനി ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു എന്നുള്ളത് അത് വിജേഷിൻ്റെ വലിയൊരു പിന്തുണയായിരുന്നു. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ തുടർന്ന് അങ്ങോട്ടേക്ക് ആ ഒരു വിജേഷിൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് എങ്ങനെയുള്ള ഇടപെടലാണ് നടത്തുന്നത്? വിജേഷ് ഏട്ടൻ കംപ്ലീറ്റ് ആയിട്ടും ഒരു നാടകക്കാരനാണ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഡേ ടു ഡേ 24 hours നാടകത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും വാഷ്റൂമിൽ നിന്ന് കുളിക്കുകയാണെങ്കിൽ പോലും നാടക ഡയലോഗുകൾ പറയുന്ന ഉറക്കെ ചിരിച്ചുകൊണ്ട് കുളിച്ച് തോർത്താതെ തന്നെ വന്നിരുന്ന് നാടകത്തിൻ്റെ സ്കെച്ചസ് വരയ്ക്കുന്ന വിജേഷ് ഏട്ടനെയാണ് എനിക്കറിയാം. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാവരും അങ്ങനെ തന്നെയാ. നാടകത്തിൻ്റെ പറ്റിപ്പോയ അബദ്ധങ്ങൾ പാതിരയ്ക്ക് 1 മണിക്കും 2 മണിക്കൊക്കെ കൂട്ടുകാരെ വിളിച്ച് ഏറ്റേറ്റ് പറയുകയും ആർത്തട്ടഹസിച്ച് ചിരിക്കുകയും ചെയ്യുന്ന വിജേഷ് ഏട്ടനാണ് നമുക്ക്. അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഞാൻ പാട്ട് പാടിയിട്ട് ഡാൻസ് കളിക്കണം, എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്തിരിക്കും, വേറെ എന്തെങ്കിലും പെൺവേഷം കിട്ടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറത്തി അത് കിട്ടി, ഇങ്ങനെ 24 hours ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതിൽ മാത്രം നില വേറൊരു രീതിയിലോട്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ നല്ലൊരു ഹസ്ബൻഡായിട്ട് നമുക്ക് കാണാനോ, അല്ലെങ്കിൽ നല്ലൊരു അച്ഛനാക്കാനോ, അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥനാക്കി മാറ്റാനോ ഈ സിസ്റ്റത്തിൻ്റെ യാതൊരു തരത്തിലുള്ള ഒന്നിലും പെടാത്തൊരു മനുഷ്യനാണ്. ഒരു കെട്ടുപാടുകളോ ഒന്നിൻ്റെയും ഭാഗമാവാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആർട്ടിസ്റ്റാണ്, നാടകക്കാരനാണ്. അത് തുടരാൻ തന്നെയാണ് ഇനി കബനി സാറൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. ഞാനും ഞങ്ങൾ പരിചയപ്പെടുന്ന തന്നെ നാടകം കളിച്ചുകൊണ്ടാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ വരികളും പിന്നെ ഈ എനർജിയും ഒക്കെ തന്നെയാണ് എന്നെ ആളിനോട് അടുപ്പിച്ചത്. അപ്പോൾ അത് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് എൻ്റേതായ രീതിയിലുള്ള വിഷനും കാര്യങ്ങളൊക്കെയാണ്. അതിലൂടെ വിജേഷേട്ടൻ്റെ കൂടെ ഇത്രയും കാലം അസിസ്റ്റ് ചെയ്തും വർക്ക് ചെയ്യുകയും ജീവിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഞാനും നാടകം പഠിക്കാനൊക്കെ പോയത് കലടിയിൽ. അപ്പോൾ ആ ഒരു എനർജിയും ഇതൊന്നും എന്നെ വിട്ട് പോയിട്ടൊന്നുമില്ല. ഇപ്പോഴും അതെപ്പോഴും കയ്യിലുണ്ടാവും. നാടകം എന്തായാലും ചെയ്യും. സിനിമകൾ എത്രത്തോളം ഉണ്ടായാലും നാടകമാണല്ലോ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും നമുക്ക് നാടകം തരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഇത്രയും ദിവസമായിട്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇപ്പോൾ ചെയ്ത നാടകത്തിൻ്റെയൊക്കെ കുട്ടികളൊക്കെ എനിക്ക് തന്നിട്ടുള്ള സ്റ്റേജ് തന്നിട്ടുള്ള ആൾക്കൂട്ടങ്ങൾ എനിക്ക് തന്നിട്ടുള്ള ഞങ്ങളെ സുഹൃത്തുക്കൾ എനിക്ക് തന്നിട്ടുള്ള ആ നാടകത്തിൻ്റെ എനർജി തന്നെയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ. ഓർമ്മകൾ അങ്ങനെയാണ്. നമുക്ക് പ്രിയപ്പെട്ട മനുഷ്യർ നമ്മളിൽ നിന്നും ചിലപ്പോൾ അകന്നു പോയേക്കാം. പക്ഷേ അവർ സമ്മാനിച്ച സർഗാത്മകരമായിട്ടുള്ള സൃഷ്ടികൾ ഇവിടെ അവരെ നമ്മോടൊപ്പം തന്നെ ചേർത്ത് നിർത്തും. അതുപോലെ തന്നെയാണ് വിജേഷിനെ കുറിച്ചുള്ള ഓർമ്മകളും. വിജേഷ് ഇനിയും ജീവിക്കും. അദ്ദേഹം നമുക്ക് സമ്മാനിച്ച നാടകങ്ങളിലൂടെ, കബനിയിലൂടെ, സൈറയിലൂടെ, അവർ പിന്തുടരുന്ന നാടക വഴിയിലൂടെ, നടനത്തിലൂടെ. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.